മയക്കുമരുന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ വെറൈറ്റി ഓഫ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഗവൺമെൻറ്റൽ ഏജൻസികൾക്ക് ഇതിൻ്റെ അകത്തുള്ള റോള് നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം ഒരു ഡ്രഗ് ഒരാളുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ജേണി ഉണ്ട്. 3 ഘട്ടങ്ങളാണ് ഈ ഡ്രഗ് അബ്യൂസിന് നമ്മൾ എടുത്തു നോക്കുന്നത്. 1 ഇതിൻ്റെ പ്രൊഡക്ഷനാണ്, 2 ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്, 3 ഇതിൻ്റെ കൺസപ്ഷൻ, ഉപയോഗമാണ്. ഇതിൽ പലപ്പോഴും പിടിക്കപ്പെടുന്ന ആരാണ്? കൺസപ്ഷൻ. അവിടെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഏജൻസികൾ ഡിസ്ഫങ്ഷനിലാവുന്നുണ്ട്. അതായത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കൺസപ്ഷൻ എൻഡിലുള്ള ആളെ പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ശിക്ഷകൾ അത്ര വലിയതൊന്നുമല്ല. അതിലൊരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. നേരെ മറിച്ച് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. ഈ പ്രൊഡക്ഷൻ സെൻറ്ററും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലും ഉണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ, ഇതിനെ ടാക്കിൾ ചെയ്യാൻ നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെ തന്നെ പോകാനാണ് സാധ്യത.